കഴിഞ്ഞ ദിവസം JM ഫിനാൻഷ്യൽ പുറത്തുവിട്ട കണക്കു പ്രകാരം 45% ഇന്ത്യൻ കമ്പനികളും ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ മോശം പെർഫോമൻസ് കാഴ്ചവെച്ചു. പല കമ്പനികളും മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്തതിനെ തുടർന്ന് ഷാർപ്പ് സെൽ ഓഫ് ഫേസ് ചെയ്യുകയും ഇത് ഇന്ത്യൻ മാർക്കറ്റ് ഇടിയുന്നതിന് പിന്നിലെ കാരണമായി പ്രവർത്തിക്കുകയും ചെയ്തു. മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് മോശമായതിനെ തുടർന്ന് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് സൈഡിലേക്ക് മാറി. തുടർച്ചയായി വരുന്ന സെല്ലിംഗ് ഇക്വിറ്റി മാർക്കറ്റിനെ തന്നെ വളരെ വലിയൊരു കറക്ഷൻ ഫേസിലേക്ക് തള്ളിവിട്ടു. ഇൻവെസ്റ്റേഴ്സിൻ്റെ വെൽത്തിൽ ഒരു ഷാർപ്പ് എറോഷനാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. JM ഫിനാൻഷ്യലിൻ്റെ കണക്കനുസരിച്ച് 227 കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് മോശമാണ്. പല കമ്പനികളും MFI, ഓയിൽ ആൻഡ് മാർക്കറ്റിംഗ്, സ്മാൾ ഫിനാൻസ് ബാങ്ക്, കൺസ്യൂമർ ഡ്യൂറബിൾ, ഓട്ടോ OEM, സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ, ടെലികോം, ബിൽഡിംഗ് മെറ്റീരിയൽ, റീറ്റെയിൽ സെഗ്മെൻറ്റിലെ കമ്പനികളാണ്. അതേസമയം PSU ബാങ്ക്, മൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികൾ, സ്റ്റീൽ ആൻഡ് മൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികൾ താരതമ്യേന ഡീസൻറ്റ് ക്വാർട്ടർലി റിസൾട്ട് കാഴ്ചവെക്കുകയും ടെക്നോളജി, ഇൻ്റർനെറ്റ്, ഫാർമ സെക്ടറിലെ കമ്പനികൾ മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു. മിഡ് ക്യാപ് സെക്ടറിലെ 17% കമ്പനികളും സ്മാൾ ക്യാപ് സെക്ടറിലെ 23% കമ്പനികളും മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്തതുകൊണ്ട് ഏണിംഗ് പെർ ഷെയറിൽ റിഡക്ഷൻ നേരിടുകയാണ്. കൂടാതെ റീറ്റെയിൽ, FMCG, ഓട്ടോ തുടങ്ങിയ സെക്ടറിലുണ്ടായിരിക്കുന്ന ഡിമാൻഡിൻ്റെ ഇടിവും കെമിക്കൽ, കൺസ്യൂമർ ഡ്യൂറബിൾ ആൻഡ് മെറ്റീരിയൽ സെഗ്മെൻറ്റിലുണ്ടായിരിക്കുന്ന മോഡറേഷൻ ഓഫ് ഡിമാൻഡും കമ്പനികളുടെ മോശം പെർഫോമൻസിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിക്കുന്നു. ഇനി രണ്ട് പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തേത് PG ഇലക്ട്രോപ്ലാസ്റ്റ് ലിമിറ്റഡ്. PG ഇലക്ട്രോപ്ലാസ്റ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന EMS സെക്ടറിലെ ഒരു കമ്പനിയാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 0.8% ഇടിഞ്ഞ് 623 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. സ്റ്റോക്ക് 52 വീക്ക് ഹൈയിൽ നിന്നും ഏകദേശം 100 രൂപയ്ക്ക് അടുത്തുള്ള ഡിസ്കൗണ്ടിൽ ലഭ്യമാണ്. PG ഇലക്ട്രോപ്ലാസ്റ്റുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഏറ്റവും പ്രധാന അപ്ഡേറ്റ്, കമ്പനി ഇലക്ട്രിക് വെഹിക്കിൾ, ലിഥിയം അയോൺ ബാറ്ററി സെഗ്മെൻറ്റിലേക്ക് കൂടി അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു എന്ന അപ്ഡേറ്റാണ്. PG ഇലക്ട്രോപ്ലാസ്റ്റിൻ്റെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയായ PG ടെക്നോപ്ലാസ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഇലക്ട്രിക് വെഹിക്കിൾ ഓഫ് സ്പൈറോ മൊബിലിറ്റി ഓഫ് ഇന്ത്യ എന്ന കമ്പനിയുമായി സഹകരിച്ചായിരിക്കും ഇലക്ട്രിക് വെഹിക്കിൾ, ലിഥിയം അയോൺ ബാറ്ററീസ് എന്നിവ മാനുഫാക്ചർ ചെയ്യുന്നത്. PG ടെക്നോപ്ലാസ്റ്റ് എന്ന കമ്പനി നിർമ്മിക്കുന്ന ഇലക്ട്രിക് വെഹിക്കിൾസും ബാറ്ററിയും സെല്ല് ചെയ്യുക, മാർക്കറ്റ് ചെയ്യുക തുടങ്ങിയ ടാർഗറ്റ് സ്പൈറോ എന്ന കമ്പനിക്കായിരിക്കും. റീസെൻ്റ്ലി കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ CNBC TV18 നടത്തിയ ഇൻ്റർവ്യൂവിൽ കമ്പനി അതിൻ്റെ റവന്യൂ ഗൈഡൻസും പ്രോഫിറ്റ് ഗൈഡൻസും ഉയർത്തിയതായിട്ടും കാണാൻ സാധിക്കും. ഇവിടെ പുതിയ സെഗ്മെൻറ്റിലേക്ക് കൂടി കമ്പനി അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ 3000 കോടി രൂപയുടെ അഡീഷണൽ റവന്യൂ ആണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനി അതിൻ്റെ റവന്യൂ ഗൈഡൻസ് 3650 കോടിയിൽ നിന്നും 4250 കോടിയിലേക്ക് ഉയർത്തുകയും പ്രോഫിറ്റ് ഗൈഡൻസ് 250 കോടിയിലേക്ക് ഉയർത്തുകയും ചെയ്തു. ഇനി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പെർഫോമൻസ് മികച്ചതാണ്. ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ റവന്യൂവിൽ 46% വർധനവും പ്രോഫിറ്റിൽ 57% വർധനവും കമ്പനിക്ക് നേടാൻ സാധിച്ചു. സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് മികച്ചതാണ്. 2024 വർഷത്തിൽ മാത്രം 12% കറക്ഷൻ ഓൾ ടൈം ഹൈയിൽ നിന്ന് വന്നിട്ടും സ്റ്റോക്ക് 160% റിട്ടേൺ നൽകുകയും ചെയ്തു. PG ഇലക്ട്രോപ്ലാസ്റ്റ് 625 ട്രേഡ് ചെയ്യുന്നു. 600 പ്രധാനപ്പെട്ട സപ്പോർട്ടാണ്. സ്റ്റോക്കിനെ സംബന്ധിച്ച ഏറ്റവും മികച്ച സപ്പോർട്ട് 550. ഇവിടെ നിന്നും സ്റ്റോക്കിന് 650, 675 തുടങ്ങിയ ഓരോ 25 പോയിൻ്റ് അപ്സൈഡിലും റെസിസ്റ്റൻസ് ഉണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് RVNLുമായി ബന്ധപ്പെട്ടത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 0.8% ഇടിഞ്ഞ് 416 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. RVNL എന്ന കമ്പനിക്ക് സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ സൈഡിൽ നിന്നും 294 കോടി രൂപയുടെ എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ലഭിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാന അപ്ഡേറ്റ്. 24 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റാണ് RVNL എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. RVNLും അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നു. കമ്പനിയുടെ RSI 36.2. സ്റ്റോക്ക് ഓവർ സോൾഡ് സോണിലോ ഓവർ ബോട്ട് സോണിലോ അല്ല. അതേസമയം 5 ഡേ, 10 ഡേ, 20 ഡേ, 30 ഡേ, 50 ഡേ, 100 ഡേ, 150 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് താഴെ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. പാത ഇരട്ടിക്കൽ, സിഗ്നലിംഗ്, ഇലക്ട്രിഫിക്കേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ടാണ് 294 കോടി രൂപയുടെ വർക്ക് ഓർഡർ RVNL എന്ന കമ്പനിക്ക് ലഭിച്ചത്. RVNLൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ മാർക്കറ്റ് പ്രതീക്ഷിച്ച രീതിയിലുള്ള പെർഫോമൻസ് കമ്പനിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. കമ്പനിയുടെ പ്രോഫിറ്റ്
ഇയർ ഓൺ ഇയറിൽ 27.24% ഇടിഞ്ഞ് 294 കോടിയിൽ നിന്നും 286 കോടിയിലേക്ക് എത്തുകയും റവന്യൂ ഫ്രം ഓപ്പറേഷൻ 1.24% വർദ്ധിച്ച് 4,914 കോടിയിൽ നിന്നും 4,754 കോടിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. സീക്വൻഷ്യലി നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റിലും റവന്യൂവിലും ക്ലൈമുണ്ട്. സീക്വൻഷ്യലി അല്ലെങ്കിൽ ക്വാർട്ടർ ടു ക്വാർട്ടർ പ്രോഫിറ്റ് 28% വർദ്ധിക്കുകയും റവന്യൂ 19% വർദ്ധിക്കുകയും ചെയ്തു. RVNL ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. പല ടേൺകീ പ്രൊജക്റ്റുകളും റെയിൽവേ RVNLൽ കൂടിയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. RVNL എന്ന സ്റ്റോക്കും ഏകദേശം സപ്പോർട്ട് പ്രൈസിനടുത്ത് ലഭിക്കുന്നു. 400 വളരെ പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ടും 375 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടുമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.